ഈ വനിതാ വിരുദ്ധ തിയേറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ തിയേറ്ററിന്റെ ഓണറിനെ ആരും കണ്ടില്ല. ഇതാണ് വനിതാ വിരുദ്ധ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? തിയേറ്റർ ഓണർ ഹാപ്പിയാണെന്ന് ചോദിക്കട്ടെ. തിയേറ്റർ ഓണർ ഹാപ്പിയാണോ? അവിടെ പറ. ഈ വനിതാ വിരുദ്ധ തിയേറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ട്, പക്ഷെ തിയേറ്ററിന്റെ ഓണറിനെ ആരും കണ്ടില്ല. ഇതാണ് വനിതാ വിരുദ്ധ. ഇന്നലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ? പരിവാർ നല്ല പടമാണ്, ആൾക്കാർ ഉണ്ട്, നല്ല ക്രൗഡ് ഉണ്ട്, വൈകിട്ടൊക്കെ നല്ല ഫാമിലി ഓഡിയൻസ് പടത്തിനുണ്ട്. പടം നന്നായിട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതായിരിക്കുമല്ലേ ഈ പ്രൈം ടൈമിൽ? അതെ, തീർച്ചയായിട്ടും വൈകിട്ടുള്ളതുകൊണ്ടാണ് ഫാമിലി കൂടും, വൈകിട്ട് നേരത്താണ് പറഞ്ഞത്. പടം നന്നായിട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ പെർഫോമൻസ് നന്നായിട്ട്. ഞാൻ ചെറിയ വേഷങ്ങൾ 1 സീൻ 2 സീൻ ചെയ്തുകൊണ്ടിരുന്ന കാലം തൊട്ട് തന്നെ തിയേറ്ററിൽ വരുമ്പം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു തിയേറ്ററാണ് പരിവാർ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിലീസാണ്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് ഈ പരീക്ഷാ സമയം ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോലും ഒരാളും പുറത്തിറങ്ങാതിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ എന്നാലും നമ്മുടെ സിനിമയ്ക്ക് സെക്കൻഡ് വീക്കിലേക്ക് ഒരു റണ്ണ് കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷവും അത്ഭുതകരവുമായ കാര്യമാണ്. എങ്ങനെ വിന്യാ സാറ് ഭാഗ്യ നക്ഷത്രമാണ്. കാരണം ആളുടെ മുഖം കാണുന്ന സിനിമകളൊക്കെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഭയങ്കര ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സീസണിൽ നമുക്ക് സെക്കൻഡ് വീക്ക് റണ്ണ് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇത്രയും ആൾക്കാർ ഈ വീക്ക് ഡേയ്സിൽ പോലും വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. വീക്കെൻഡ്സിൽ നോർമലി ഓഡിയൻസ് ഉണ്ട്, പക്ഷേ വീക്ക് ഡേയ്സിൽ ആൾക്കാർ വരുന്നു എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അപ്പോൾ താങ്ക് യു. ഞങ്ങളുടെ ഈ ചെറിയ സിനിമയിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ വരുന്നത്. അപ്പോൾ അതിന് വളരെയധികം നന്ദിയുണ്ട്. ഇതുപോലത്തെ സിനിമകൾ ചെയ്യാൻ നിർമ്മാതാക്കളെയും ഇതുപോലത്തെ സിനിമകൾ കൂടുതൽ ഉണ്ടാവാനും ഒക്കെ ഈ വിജയം സഹായിക്കും. എല്ലാവർക്കും താങ്ക് യു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉണ്ണിമായ നാലപ്പാടം എൻ്റെ ഭാര്യയാണ്. സന്തോഷമുണ്ട്. പടം സെക്കൻഡ് വീക്കിലേക്ക് എത്തി. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ എക്സാം ടൈമാണ്, നോമ്പിൻ്റെ സമയമാണ്. എന്നാലും നല്ല രീതിയിൽ ആൾക്കാർ പടം കാണാൻ വരുന്നുണ്ട്. കാണാത്തവർ ഇനിയും തിയേറ്ററിൽ പോയി പടം കാണാം. ഇത് പറയാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഭയങ്കര സന്തോഷം. ഫാമിലീസൊക്കെ പടം കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. കാരണം കുറച്ച് കാലത്തിന് ശേഷമാണ് അവർ ചിരിക്കുന്നൊരു പടം കണ്ടു എന്നൊരു അഭിപ്രായം പറഞ്ഞു. അവർക്ക് വർക്കായി നടക്കുന്നത് ഭയങ്കര സന്തോഷം. ഞങ്ങളും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു, പുറത്തുനിന്നാണെങ്കിലും. അങ്ങനെ പടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാത്തവരും എന്തായാലും കുടുംബത്തോടൊപ്പം പോയിട്ട് വീണ്ടും തിയേറ്ററിൽ കാണുക. ഇനി കാണാമെന്ന് പ്രേക്ഷകരോട് കാണുക. കാരണം ഓവർ എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് സിനിമ കൊച്ചു ഒരു ഫാമിലി പടമാണ്. ആ രീതിയിൽ തന്നെ പോയിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇതിൻ്റെ പാട്ടാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം തന്നെ ഒരു രസമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക തിയേറ്ററിൽ പോയിട്ട്. താങ്ക് യു. പ്രേക്ഷകരുടെ എന്താ പറയാനുള്ളത്? അല്ല, പരിവാർ എന്ന് പറയുന്ന ഒരു ഫാമിലി മൂവിയാണ്. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു 90s വൈബൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന മൂവിയാണ്. പണ്ട് നമ്മുടെ രാജസേനി സാറിൻ്റെ പ്രിയദർശൻ സാറിൻ്റെ ഒക്കെ കുറേ മൂവിയില്ലേ, മേലെപ്പറമ്പിലാണെങ്കിലും മിഥുനം, അങ്ങനെയുള്ള കുറേ ഫാമിലി മൂവിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള അതേ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ഒരു മൂവിയാണ് പരിവാർ. ഇപ്പോൾ തമാശകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. നമുക്ക് വിൻറ്റേജ് സ്റ്റൈലിലുള്ള ജഗദീഷ് ചേട്ടനെയും നമ്മുടെ ഇന്ദ്രൻ ചേട്ടനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു ഇപ്പോൾ എൻ്റെതാണെങ്കിൽ ഒരു റൊമാൻറ്റിക് ട്രാക്കിൽ റൊമാൻറ്റിക് സീക്വൻസ് എല്ലാം കൂടെ ഉൾപ്പെട്ട ആദ്യാവസാനം നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി മൂവിയാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് നമുക്കുണ്ട്. ഫാമിലി ഓഡിയൻസിനൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ പടം സെക്കൻഡ് വീക്കിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെയും കുറേ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും വളരെ ഹാപ്പിയാണ്. അപ്പോൾ പരിവാർ നല്ല ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? അല്ല, പൊതുവേ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ കേരളത്തിൻ്റെ ഇടഭാഗങ്ങളിൽ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞത് പോസിറ്റീവായ അഭിപ്രായങ്ങളാണ്. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഫാമിലി മൂവി എന്നുള്ളതൊക്കെ പിന്നെ വളരെ സഭ്യമായ കോമഡികളല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഫാമിലിക്ക് ഇരുന്ന് കാണാം. പിന്നെ ഇത് വളരെ യുക്തിഭദ്രമായ കഥയുള്ളൂ. അല്ലാണ്ട് ഇത് ഒരു സംഭവിക്കാത്ത കാര്യമല്ല. ഇന്നലെ സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാൻ ഇടയുള്ളതുമായ കാര്യങ്ങൾ വളരെ കൃത്യമായി കുട്ടികൾ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുവെ വരുന്നത് അത്യാവശ്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നല്ല, തമാശ ആളുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ സന്തോഷകരമായ എല്ലാവരും ചിരിച്ച മുഖത്തോടെ ഇത് കാണുന്നു എന്നാണ് എൻ്റെ ഫീലും. ഞാൻ പോയ തിയേറ്ററിൽ ഇനിയും എന്തായാലും കുറച്ചാളും
വരട്ടെ അല്ലേ? അതെ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ തോന്നുന്നത് അതെ അല്ലേ? ആ ശരി.